ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നാട്ടിലെ ബാങ്ക് അധികാരികളുടെ അറിവിലേക്കായി അവരുടെ ശ്രദ്ധയിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കണം. അതിന് പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. വെക്കേഷനിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു NRI അക്കൗണ്ടുള്ള ബാങ്കിൽ പോയിരുന്നു. NRI അക്കൗണ്ട് കുറച്ച് കാലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ റീആക്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ഞാൻ ആ ബാങ്കിൽ പോയത്. ആ ബാങ്കിൽ പോയിരുന്ന സമയത്ത് എന്നോട് കുറച്ച് ഡോക്യുമെന്റ്സ്, അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിന്, ഇപ്പോൾ ഖത്തറിലുള്ള അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിന് എൻ്റെ ഖത്തർ ID കോപ്പിയാണ് അവർ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിനും മറ്റൊക്കെ എൻ്റെ ഒരു NRI സ്റ്റാറ്റസ് ഒക്കെ തെളിയിക്കുന്നതിനും ഇവിടുത്തെ ഗവൺമെൻറ്, ഖത്തർ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തൊരു നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റിന് അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു ഉടൻ അപ്പം തന്നെ. അപ്പോൾ അതായത് മെട്രാഷ് ആപ്ലിക്കേഷനിൽ നിന്ന്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവർ ആക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത്, ഖത്തർ റെസിഡൻസ് പെർമിറ്റ് ID-യിലും ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസിലും അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരു NRI അക്കൗണ്ട് സ്റ്റാറ്റസ് ഉള്ള ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പ്രൂഫായിട്ട് ഖത്തർ ID-യും ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങൾ സ്വീകരിക്കുക? അപ്പോൾ അതിന് അവർക്ക് ഉത്തരവില്ല. ഇനി എങ്ങനെയാണ് ഈ നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത്? ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാ റെസിഡൻസ് പെർമിറ്റുള്ള ആളുകളോട് നിർബന്ധമായിട്ടും ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നാഷണൽ അഡ്രസ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു പ്രോസസ്സ്. ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലൂടെ അത് ചെയ്യാവുന്നതാണ്, മെട്രാഷ് എന്ന് പറയുന്ന ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലൂടെ. അപ്പോൾ ഈ നാഷണൽ അഡ്രസ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരുടെ അക്കോമഡേഷൻ അഡ്രസ് ഡീറ്റെയിൽസ്, കമ്പനി അഡ്രസ്സ്, നാട്ടിലുള്ള അഡ്രസ്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് നാഷണൽ അഡ്രസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെസിഡൻസ് പെർമിറ്റുള്ള ആളുകൾക്കും ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന, ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റാണ് ഇവിടുത്തെ ഒരു റെസിഡൻസ് പെർമിറ്റുള്ള ഒരാളെ സംബന്ധിച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സ്. ഇതിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പ്രൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഖത്തർ ID-യുടെ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾക്കിതിൽ പ്രൂവ് ചെയ്യാവുന്നതാണ്. അതായത് ഖത്തർ ID ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ബാങ്ക് അധികൃതരുടെയും ശ്രദ്ധയിലേക്കായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരു ഖത്തർ റെസിഡൻസ് പെർമിറ്റുള്ള ആളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സ്വീകരിക്കാവുന്ന ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ആണ് നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റ്. ഇതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, ഹോം അഡ്രസ് പറയുന്നുണ്ട്, വർക്ക് അഡ്രസ് പറയുന്നുണ്ട്, നാട്ടിലുള്ള അഡ്രസ് ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 3 മാസ കാലയളവാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു, അപ്പോൾ അതിൽ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്, 3 ഇഷ്യൂ ചെയ്ത ഡേറ്റും ഇത് വാലിഡിറ്റി അവസാനിക്കുന്ന ഡേറ്റ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു റെസിഡൻസ് പെർമിറ്റ്, ഖത്തർ റെസിഡൻസ് പെർമിറ്റുള്ള ആളിൽ നിന്ന് ഒരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ ഒരു അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു നാഷണൽ അഡ്രസ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ നാട്ടിലുള്ള ബാങ്കുകാരുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു കാര്യം എത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.